നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ കൊളപ്പുറത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ അന്വേഷണ കമ്മീഷനെ വെക്കണമെന്ന സമരസമിതി ആവശ്യത്തെ എതിർത്ത് ദേശീയപാത അധികൃതർ. കൊളപ്പുറത്ത് പുതിയതായി രൂപപ്പെടുത്തിയ സർവീസ് റോഡിലെ 2-വേ സംവിധാനം വൻ ഗതാഗത കുരുക്കിനെ ഇടയാക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണ കമ്മീഷനെ വെക്കണമെന്ന് സമരസമിതി ഹൈക്കോടതിയിൽ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കമ്മീഷനെ വെക്കാൻ ദേശീയപാത അധികൃതരുടെ അഭിഭാഷകൻ എതിർക്കുകയായിരുന്നു. ദേശീയപാത പ്രവൃത്തി ഇപ്പോൾ തന്നെ പിന്നിലാണെന്നാണ് അധികൃതരുടെ വാദം. കേസ് അടുത്ത 22-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊളപ്പുറം പ്രദേശത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച മേൽപ്പാലം കാരണം അരീക്കോട് പരപ്പനങ്ങാടി സംസ്ഥാന പാത ഇല്ലാതാവുകയും രൂക്ഷമായ ഗതാഗത കുരുക്ക് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിൽ ദേശീയപാതയ്ക്ക് കുറുകെ ഒരു ഓവർപാസ് അനുവദിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊളപ്പുറം ഹൈവേ സമരസമിതി നടത്തുന്ന ഹൈക്കോടതിയിലെ കേസിൽ AR നഗർ പഞ്ചായത്ത് കക്ഷി ചേർന്നു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് ആവശ്യപ്പെട്ടു. ദേശീയപാത കൊളപ്പുറത്ത് പുതിയതായി രൂപപ്പെടുത്തിയ സർവീസ് റോഡിലെ 2-വേ സംവിധാനം വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കുകയാണ്. മണിക്കൂറുകളോളമാണ് കൊളപ്പുറം മുതൽ കൂരിയാട് വരെ വാഹനങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നത്. 1-വേ സംവിധാനത്തിന് മാത്രം വീതിയുള്ള റോഡിൽ ദേശീയപാത അധികൃതരുടെ പിടിവാശി മൂലം 2-വേ ആക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായത് ജനങ്ങളാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലേക്കടക്കമുള്ളവർ പോകുന്ന റോഡിൽ മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇതുമൂലം കൃത്യസമയത്ത് വിമാനത്താവളത്തിലെത്താൻ യാത്രക്കാരും ബുദ്ധിമുട്ടുകയാണ്. ഇതോടെയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് സമരസമിതി ഭാരവാഹികൾ ഹൈക്കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. നിരവധി തവണ ഈ ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചെങ്കിലും ദേശീയപാത അധികൃതരുടെ അഭിഭാഷകൻ ഇതിനെ എതിർക്കുകയായിരുന്നു. ദേശീയപാത പ്രവൃത്തി ഇപ്പോൾ തന്നെ പിന്നിലാണെന്നാണ് അഭിഭാഷകൻ വാദിക്കുന്നത്. പ്രവൃത്തി ഇനിയും നീണ്ടുപോകുമെന്നാണ് NHA അധികൃതർ പറയുന്നത്. എന്നാൽ അന്വേഷണ കമ്മീഷൻ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിനായി പ്രദേശം പരിശോധിച്ചു പോകുന്നതിൽ എന്താണ് തടസ്സമെന്നാണ് സമരസമിതി ഭാരവാഹികൾ ചോദിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളും രോഗികളും ജീവനക്കാരും വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരും നിലവിലെ ഗതാഗത കുരുക്ക് മൂലം ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. 22-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി ഭാരവാഹികളും പ്രദേശവാസികളും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.